ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ, ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അമ്മേ, പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പുല്ലെന്താവോ എന്തോ എനിക്കറിയത്തില്ല, ഒരു വലിയ ഐഡിയ ഒന്നും, എനിക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ലിപ് ബാം ഇടാം. ഫൗണ്ടേഷനാണ്, ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷനാണ്. ഏതാണെന്ന് ചോദിക്കരുത്, ഞാൻ അവിടെ പോയി എനിക്കിഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷൻ എടുത്തു. ചില പെയിൻറ്റുകാരൻ പോലും ഇങ്ങനെയൊന്നും അടിക്കത്തില്ലായിരിക്കും. ഇതിൽ ബ്രഷും കുന്തമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യണം. എനിക്ക് തോന്നിങ്ങനെ ഡോട്ടായിട്ട് ടച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു, സ്പ്രെഡ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് ഒരു സൈഡ് വരച്ച് കഴിയുമ്പോൾ മറ്റേ സൈഡ് അതുപോലെ വരുത്തണം. എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ ഗേൾസ് നേരിടുന്നൊരു വെല്ലുവിളിയാണിത്. ഭയങ്കര പാട്. ഇത് ഒരു സൈഡ് വരച്ച് അതേപോലെ മറ്റേ സൈഡ് കൊണ്ടുവരുന്ന ടാസ്ക് തന്നെയാണ്. അയ്യോ, ശരിയായാൽ മതി. ഈശ്വര, അടുത്തും കൂടെ ശരിയാവുന്നത് ആവുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അമ്മേ, ഏറെക്കുറെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ മതി. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ഡാസ്ലറിൻ്റെ മറ്റേ പോപ്പുലറായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അടിപൊളിയാണെന്നൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മേടിച്ച് ടെസ്റ്റ് ചെയ്ത് കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് ഐ ഷാഡോയും കുന്തമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ചുവന്ന ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ലിപ്സ്റ്റിക്ക് വെച്ച് എടുത്ത് സ്പ്രെഡ് ചെയ്ത് നോക്കാം. കൊള്ളാമോ? കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി അപ്പുറത്തും കൂടെ കുറച്ച് തേച്ച് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊക്കെ മതി. ഈശ്വര, കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുക സ്ഥലം. ഇതൊക്കെ മതി. സുന്ദരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു കില്ലാടി തന്നെ. ഐ ഷാഡോ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. എന്തോന്ന് പറഞ്ഞല്ലോ, മസ്കാര. ഇതും ഡാസ്ലറിന് കേട്ടോ. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, ഡാസ്ലറിനാണല്ലോ എൻ്റെ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് മസ്കാര ഇടാം. എനിക്കിത് മോളിൽ മാത്രമേ എഴുതാൻ അറിയത്തുള്ളൂ, താഴെ എഴുതാൻ അറിയത്തില്ല. ഈ കൊച്ചു പിള്ളേരൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ താഴേക്ക് എഴുതാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ സാമാനമൊന്നും ഉപയോഗിക്കാൻ കൂടി അറിയത്തില്ല. ഇനി നമുക്ക് മുടി കെട്ടാം, അടുത്ത ടാസ്ക്. അയ്യോ, ഒന്നുമില്ല, ആകെപ്പാട് 4-3-7 മുടിയേ ഉള്ളൂ. ഇനി ഇതിനെ എങ്ങനെ കെട്ടിയെടുക്കുന്നതാണ്. ഈശ്വര, എല്ലാം പടർന്നു ഇല്ല. ഓക്കെ, നമുക്ക് ഈ മുടി ഇത് ഞാൻ കെട്ടി നോക്കാം. ഇത് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റി വേറെ ഹെയർ സ്റ്റൈൽ വെക്കേണ്ടി വരും. ഞാൻ ഈ സംഭവം ചെയ്താൽ ഒരിക്കലും ശരിയാവാറില്ല. ഈശ്വര, ശരിയാവണേ, ശരിയാവുമായിരിക്കും. ഏതാണ്ടൊക്കെ സെറ്റായെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ പൊങ്ങി ഇരിക്കുന്നതാണ്. ഈശ്വര, ഏതാണ്ടൊക്കെ ഒത്തിട്ടുണ്ട്. ശരിയായെന്ന് തോന്നാം, ഇതൊക്കെ മതി. ഓക്കെ, ഒരു സൈഡ് സെറ്റായി. ഇനി അടുത്തതാണ്. ഈശ്വര, അതേപോലെ അടുത്ത സൈഡും വരണേ. വരുന്നുണ്ട് ഏറെക്കുറെയൊക്കെ. സെറ്റായി. ഞാൻ വിചാരിച്ചെല്ലാം ബ്ലോക്കായി പോകുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഈ സാധനത്തെ എന്താ പറയുന്നത്, കൃതാവോ അങ്ങനെ കണ്ടാ പറയുന്നത്. മുടിയൊക്കെ ഇങ്ങനെ ഇടുന്നു. ഓക്കെ, അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഒരു പൊട്ടിടാം. ഐലൈനർ വെച്ചൊരു പൊട്ട് കുത്താം. പൊട്ട് മേടിച്ച് കാശ് കളയണ്ട, ഐലൈനറുണ്ട്, അതും ഓക്കെ ആയി. നമുക്ക് കമ്മലിടാം. അയ്യോ, കണ്ടില്ല, ഇതാണ് കമ്മൽ. ഓക്കെ, അപ്പോൾ കമ്മലിൻ്റെ കാര്യവും സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മലുമായി. കൊള്ളത്തില്ല ഗൈസ്? എന്തായാലും കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം. വളയിട്ടില്ല, നമ്മൾ വളയിടാം. ഓക്കെ, വളയിക്കിട്ടു. ഒരു കൈ വാച്ച് ഇട്ടിട്ടുണ്ട് ഗൈസ്, ഒരു കൈ വളയിട്ടിട്ടുണ്ട്. എപ്പടി ഇருக்கு, നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, കൊള്ളാമല്ലോ അല്ലേ എന്നെ കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.